Hey all, this is me Aaron here, your coach, your mentor, your trainer in trading. അപ്പോൾ നാളെ ബഡ്ജറ്റ് ഡേ ആണ്. ഇന്ന് അതിൻ്റെ എല്ലാം തന്നെ മാർക്കറ്റിൽ കാണാനായിട്ടുണ്ടായിരുന്നു. വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. തന്നു, ബട്ട് എന്നാൽ ഒരിക്കലും ഒരു സ്ട്രോങ് ആയിട്ടൊരു സൈഡ് മൂവ്മെൻറ്റ് അല്ലായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ബ്രേക്ക് ഡൗൺ തന്നു, അത് കഴിഞ്ഞിട്ട് നേരെ മുകളിലോട്ട് കയറി സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. ഡെഫിനറ്റ്ലി ഇത് ബഡ്ജറ്റിൻ്റെ എഫക്റ്റ് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം നാളെ മാർക്കറ്റ് എങ്ങനെ പോകുന്നുള്ളത്. ബട്ട് നമ്മൾ നാളെ ട്രേഡ് ചെയ്യുമ്പോൾ കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡയറക്റ്റ്ലി ചെന്ന് നേക്കഡ് ബൈ ചെയ്ത് നിൽക്കുന്നത് അത്ര പ്രിഫറബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഹെഡ്ജ് ചെയ്യുക, ലെറ്റ്സ് ട്രയാങ്കിൾ സ്റ്റാർട്ടിൽ വാട്ട് ഓഫ് ബിറ്റീസ്. നിങ്ങളുടെ വ്യൂ എന്താണോ നാളെ നല്ലൊരു മൊമെന്റം തരുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലോങ് സ്റ്റാർട്ടിലോ വാട്ട് ഓഫ് ബിറ്റീസ് നിങ്ങളത് യൂസ് ചെയ്യുക. സൈഡ് വേസ് ആണെങ്കിൽ അതെന്താണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ളത് നോക്കി തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിവേ നേക്കഡ് ചെയ്യാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. നാളെ ബഡ്ജറ്റ് ഡേ ആണ്. നല്ലൊരു പോസിറ്റീവ് രീതി തന്നെ വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ 2-3 ഇതായിട്ട് നിർമ്മലാ സീതാരാമൻ ചെറുതായിട്ട് പറയുന്നുണ്ടായിരുന്നു നല്ല പോസിറ്റീവ് ആയിരിക്കും എന്ന രീതിയിൽ തന്നെ. ലെറ്റ്സ് സീ, നമുക്ക് നോക്കി നോക്കാം. എനിവേ ലെറ്റ്സ് സീ. ഇപ്പം നമുക്ക് നാളെ നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് നല്ലൊരു ഫോൾ തന്നിട്ടാണ് തിരിച്ച് ഇത് കയറി പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് ലൈക്ക് മൈ ബി ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു പൊസിഷൻസ് ഗ്രാബ് ചെയ്ത് വെച്ചേക്കാണ്. ഇവർക്ക് പറ്റുന്ന സ്ഥലത്തെല്ലാം ഡിപ്ലോയ് ചെയ്ത് അവർ അപ്പർ ഹാൻഡ് വന്നു കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് ഇവർ ടേക്ക് ഓവർ ചെയ്യുകയായിരിക്കും ചെയ്യുക. സോ നാളെ നമുക്ക് നോക്കാം. ചിലപ്പോൾ നാളെ ഇത് നല്ലൊരു മൊമെൻറ്റം അപ്സൈഡ് തരാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രോബബിലിറ്റി മാത്രമാണ്, ഒട്ടും തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ഇത് മാർക്കറ്റാണ്. എസ്പെഷ്യലി നാളെ നല്ലൊരു ഇവന്റ് ഡേ ആണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇവന്റ് ഡേ കൂടെയാണ്. അപ്പം ഞാൻ പറയുക ലെറ്റ്സ് സീ ഹിയർ. ഈ ഒരു സെർട്ടൈൻ പോയിന്റിൽ നിന്ന് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രെഡ്സ് യൂസ് ചെയ്യാം. റേഷ്യോ സ്പ്രെഡ്സിലോട്ട് പോകാനായിട്ട് ഞാൻ പറയുന്നില്ല, ബട്ട് നോർമൽ സ്പ്രെഡ്സ് യൂസ് ചെയ്യുക. ദെൻ ഇവിടുന്ന് ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് ലെറ്റ്സ് നമുക്ക് ടാർഗറ്റ്സ് ആയിട്ട് 24,700 ഓർ പ്രീവിയസ് ഹൈ ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നാളെ മാർക്കറ്റ് ഓപ്പൺ ആകട്ടെ. നാളെ ഒരു ഇതർ നല്ല ഗ്യാപ്പ് അപ്പ് ഇല്ല ഗ്യാപ്പ് ഡൗൺ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ട്. നമുക്ക് നോക്കാം. നാളെ മാർക്കറ്റ് വരട്ടെ. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ലൈവ് ട്രേഡ് ചെയ്യുന്നുണ്ട്, അതും ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ. സോ നാളെ മാർക്കറ്റ് ഓപ്പൺ ആട്ടെ, അപ്പോഴേ നമുക്കൊരു കൺഫർമേഷൻ പറയാൻ കഴിയുകയുള്ളൂ. ബെറ്റർ ഒരു കൺക്ലൂഷൻ ആയിട്ട് എടുത്ത് ആദ്യം തന്നെ പറയാനാണെങ്കിൽ നേക്കഡ് ചെയ്യാതിരിക്കുക. മാക്സിമം ഹെഡ്ജ് ചെയ്ത് തന്നെ ട്രേഡ് ചെയ്യുക. നാളെ നല്ല കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യുക. നന്നായിട്ട് മാർക്കറ്റിനെ പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, നന്നായിട്ട് ഓപ്ഷൻസിന് ഗ്രീക്സിനെ പറ്റിയോ നന്നായിട്ട് ഓപ്ഷൻസ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒന്ന് മാറി നിൽക്കുന്നത് വളരെ ഉചിതമായിരിക്കും. കാരണം കയ്യിലുള്ള ക്യാഷ് പോകുന്നതിനെക്കാട്ടും നല്ലതല്ലേ, റൈറ്റ്? സോ ഹിയർ നമുക്ക് നോക്കാം. ഈ രീതിയിലായിരിക്കും നിഫ്റ്റി നമുക്ക് നാളെ സസ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ കറന്റ് നിൽക്കുന്നത് ഒരു ബുള്ളിഷ് വ്യൂ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നാളെ ചിലപ്പോൾ മാർക്കറ്റ് നല്ലൊരു ബഡ്ജറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ലൊരു മൊമെന്റ് തരാനായിട്ട് ചാൻസ് ഉണ്ട്. നോക്കാം എന്തായാലും, റൈറ്റ്? സോ നിഫ്റ്റി ബാങ്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റി ബാങ്ക് ഇന്ന് ഇതിനൊക്കെ തന്നെയായിരുന്നു. വലിയ സ്ട്രോങ് മൂവ്മെന്റ്സ് ഒന്നും തന്നെ തന്നിട്ടില്ലായിരുന്നു. സൈഡ് വേസിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പൊസിഷൻ ഗ്രാബ് ചെയ്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അറിയില്ല കേട്ടോ, തെറ്റാം, തീർച്ചയായിട്ടും തെറ്റാം. സോ നിങ്ങളത് മനസ്സിൽ ഉറത്ത് വെച്ചേക്കണം. ഇവിടെ നമുക്കിത് വരികയാണെങ്കിൽ ഇവിടെ നല്ലൊരു ബ്രേക്ക്ഔട്ട് ഇടുകയാണെങ്കിൽ നല്ലൊരു മൊമെന്റ് ബുള്ളി സൈഡിലോട്ട് കാണാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. 52,780 അതായത് പ്രീവിയസ് ഹൈ വരെ പോകാനായിട്ട് നമുക്ക് പ്രോബിലിറ്റി ഉണ്ട്. ഇതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഓർത്ത് വെച്ചേക്കുക, ഹെഡ്ജ് ചെയ്യുക, ഡയറക്റ്റ്ലി നേക്കഡ് ബൈ ചെയ്ത് വെക്കരുത്. കോഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതാണ് നാളെ. ഫിൻ നിഫ്റ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റി ബാങ്ക് പോലെ തന്നെ ഇത് സസ്റ്റെയിൻ ചെയ്ത് ഇന്നത്തെ ഈ ഒരു സെയിം പാറ്റേണാണ് നിഫ്റ്റി ബാങ്കിൽ നമുക്ക് ഇന്ന് ഉണ്ടായിരുന്നത്. ഇത് ഇവിടെ കഴിഞ്ഞിട്ട് ഈ സൈഡ് റേഞ്ച് നിൽക്കുകയാണ്. ഇത് ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ബുള്ളി സൈഡിലോട്ടാണ് എന്നുണ്ടെങ്കിൽ 23,840ഓളം പ്രീവിയസ് ഹൈ വരെ പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. പോസിറ്റീവ് കോറിലേഷൻ കിട്ടണം. മാർക്കറ്റ് നല്ലൊരു മൊമെന്റം തരുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് നമ്മളായിട്ട് കളിപ്പിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. സോ സൂക്ഷിക്കുക. എപ്പോഴും നാളെ ഒരു ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ ക്ലോസിന് തന്നെ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന ക്യാൻഡിൽ ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. അതിപ്പോൾ എടുക്കുകയും ചെയ്യേണ്ട, വിട്ടേക്ക് പൊക്കോട്ടെ. ബട്ട് എന്നാൽ ക്യാൻഡിൽ ക്ലോസ് നാളെ കമ്പൾസറി ആയിട്ടും വെയിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ചിലപ്പോൾ നല്ല വിക്കായിരിക്കും വരിക. വിക്ക് വന്ന് പേടിപ്പിച്ച് കഴിഞ്ഞിട്ടായിരിക്കും അവിടുന്ന് ഫുൾ പൊസിഷൻസ് ഇവർ ഗ്രാബ് ചെയ്തിട്ട് ഒറ്റയടിക്ക് പോവുക. സോ അത് നമ്മൾ നാളെ കോഷ്യസ് ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. നിഫ്റ്റി ബാങ്കിലും നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റി എല്ലാത്തിലും തന്നെ. ഓക്കെ ഫൈൻ. നമുക്ക് മിഡ് ക്യാപ്പ് ഇവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മിഡ് ക്യാപ്പ് ഓൾമോസ്റ്റ് ഈ ഒരു ഫോൾ കഴിഞ്ഞിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. നാളെ നമുക്ക് ഈ ഒരു ഹൈക്ക് മുകളിൽ 12,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബുള്ളി സൈഡിലോട്ട് അതും നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാതൊരു 100 പോയിന്റ്സ് സ്പോട്ടിൽ മൂവ്മെന്റ് തരാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇനി 2 സ്റ്റോക്ക് കൂടെ ജസ്റ്റ് നമുക്കൊന്ന് ആഡ് ഓൺ ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം ആഡ് ഓൺ ചെയ്തതാണ്. ഗ്ലെൻമാർക്ക് നമുക്ക് ലാസ്റ്റ് ആൻഡ് ടർബോയെ നമുക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. സോ ഗ്ലെൻമാർക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേറൊന്നുമില്ല, പ്രീവിയസ് ഹൈ ആയിട്ടുള്ള ഇന്നത്തെ ഈ ഒരു സെർട്ടൻ ലെവലിന് മുകളിൽ, അതായത് 1433 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്ക് ബുള്ളിഷ് ആകാനായിട്ട് അവിടെ പറ്റുന്നതായിരിക്കും. അടുത്ത് നമുക്ക് ലാസ്റ്റ് ആൻഡ് ടർബോയിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ നമുക്ക്
നമുക്ക് നാളെ മാർക്കറ്റിന്റെ ബഡ്ജറ്റിനെ അനുസരിച്ചിരിക്കും അത് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് നല്ല ഇത് തരും. കാരണം ചിലർ പറയാ ഇപ്പോൾ ലാസ്റ്റ് ടർബോ ഈ ഒരു സെക്ടർ തന്നെ അതിനകത്തോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആൾക്കാർ ചോദിക്കും പേടിക്കും, ഓക്കെ ഫിൻ ആ സെക്ടറിന് അത്ര ഇതില്ല, എല്ലാവരും അവിടെ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ഈ ഗവൺമെന്റ് പറയുന്ന ഏതൊക്കെ സെക്ടറിലാണ് ഫോക്കസ് എന്ന് പറയുന്നത് അതിലൊക്കെ കൊണ്ട് നേരെ ഡംപ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് വിഡ്രോയിൽ വരുമല്ലേ, അപ്പോൾ ഇവിടെ എന്താ മാർക്കറ്റ് ഡൗൺ ആകാനായിട്ടുള്ള പ്രോബിലിറ്റീസ് ഉണ്ട്. ഇതെല്ലാം പ്രോബിലിറ്റീസാണ്. നമ്മൾ കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുന്ന നാളെ ഇവൻ ഞാനും ലൈക്ക് ഡൗട്ട്ഫുള്ളി നിൽക്കുകയാണ് നാളെ എന്തായിരിക്കും സിറ്റുവേഷൻ എന്നുള്ളത്. ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് നമുക്കിവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ 3666 ഇല്ലേ 3670 മുകളിൽ വരികയാണെങ്കിൽ ലാസ്റ്റ് ടർബോ നമുക്ക് നോക്കാവുന്നതാണ്. ലെറ്റ്സ് സേ കൺക്ലൂഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നാളെ നല്ല കോഷ്യസ് ആണ്. ഹെഡ്ജ് ചെയ്യുക, നേക്കഡ് പോകാതിരിക്കുക, ക്യാൻഡലിന്റെ ക്ലോസിന് വേണ്ടി നന്നായിട്ട് വെയിറ്റ് ചെയ്യുക. ഹ്യൂജ് ക്യാനാണ് നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് ഹണ്ട് ചെയ്യാനായിട്ട് പോകരുത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നാളെ രാവിലെ 9 മണിയാകുമ്പോൾ നമുക്ക് ലൈവിൽ കാണാം.